5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. സുഭാഷിതം ചാനൽ രാഷ്ട്രീയമായി 2026 തെരഞ്ഞെടുപ്പ് സാധ്യതകളെക്കുറിച്ചാണ് വിലയിരുത്തുന്നത്. അതിൽ 2 വർഷമായി MLA തുടർച്ചയായിട്ടുള്ള ആളുകളിലേക്ക് ഇനിയും സീറ്റ് കൊടുക്കാൻ CPMന് സാധ്യതയില്ല എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സ്ഥലങ്ങളിൽ ആരൊക്കെയായിരിക്കും സ്ഥാനാർത്ഥികൾ എന്നുള്ള ഒരു നിഗമനവും വിലയിരുത്തലും മാത്രമാണ് നടത്തുന്നത്. ഇതിൻ്റെ ചിത്രം തെളിയാൻ ഇനി സമയമെടുക്കും. ഒരുപാട് ഇക്വേഷൻസ് വെച്ചിട്ടാണ് സ്ഥാനാർത്ഥികൾ വരുന്നത്. ജാതി, മതം, സമുദായം, അതുപോലെ തന്നെ പാർട്ടി, യുവത്വം, പിന്നെ വർഗ വിഭജന സംഘടനകൾ, സ്ത്രീ, പുരുഷൻ, പിന്നെ ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ വരും. എന്നാൽ പോലും ചില നിഗമനങ്ങൾ പറയാൻ നമ്മൾ ആരംഭിച്ചിരിക്കുന്നു. 140 മണ്ഡലവും ചെയ്യേണ്ടതുള്ളത് കൊണ്ട് ഒരു ദിവസം 4-5 മണ്ഡലങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 2-3 മണ്ഡലം ആൾറെഡി ചെയ്തു കഴിഞ്ഞു. അത് നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ ചെയ്യുന്ന അടുത്ത ഒരു മണ്ഡലം എന്ന് പറയുന്നത് കാട്ടാക്കട നിയോജക മണ്ഡലമാണ്. കാട്ടാക്കട നിയോജക മണ്ഡലം കഴിഞ്ഞ 2 പ്രാവശ്യമായി IB സതീഷ് ആണ് അവിടുത്തെ MLA. അദ്ദേഹം ആദ്യത്തെക്കാൾ ഭൂരിപക്ഷത്തിന് 2 ജയിച്ചു. ആദ്യം N ശക്തനെയാണ് ആദ്യം തോൽപ്പിച്ചത്. പിന്നെ മലയൻകീഴ് വേണുഗോപാലിനെ തോൽപ്പിച്ചു. അപ്പോൾ അദ്ദേഹം അവിടെ നിരവധി പ്രവർത്തനങ്ങളൊക്കെ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് വോട്ട് ലഭിച്ചത് അല്ലെങ്കിൽ കൂടിയതെന്നുള്ള ഒരു വാദമുണ്ട്. എന്തായാലും അദ്ദേഹം കുറേ കാര്യങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2 പ്രാവശ്യം മത്സരിച്ച ആളിന് പിന്നെ മത്സരിക്കാൻ CPMൽ ഇന്നത്തെ നിലയിൽ പ്രയാസമാണ്. ചിലപ്പോൾ ചിലർക്കൊക്കെ ഇളവ് കിട്ടുമായിരിക്കാം. ഇപ്പോൾ തോമസ് ഐസക്, ശൈലജ ടീച്ചറെ പോലുള്ള ആളുകൾക്ക് ഇളവ് കിട്ടുമ്പോൾ അതിലൂടെ ചിലപ്പോൾ IB സതീഷിനെ പോലുള്ള ആളുകളും ഇളവ് കിട്ടാൻ സാധ്യതയുണ്ടോയെന്ന് അറിയില്ല. ഇനി ഇളവ് കിട്ടിയിട്ടില്ലെങ്കിൽ ആരായിരിക്കും അവിടുത്തെ സ്ഥാനാർത്ഥികൾ എന്നുള്ളതാണ് വളരെ പ്രധാനമായി ചിന്തിക്കേണ്ടത്. ഒന്നാമതായി പറഞ്ഞു കേൾക്കുന്ന പേര് സുനിൽകുമാർ, KS സുനിൽകുമാർ. അദ്ദേഹം അരുവിക്കരക്കാരനാണ്. പല തെരഞ്ഞെടുപ്പുകളിൽ KS സുനിൽകുമാറിൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. അരുവിക്കരയിൽ തന്നെ പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. പലവട്ടം പറഞ്ഞു കേട്ടൊരു പേരാണ് സുനിൽകുമാർ. അപ്പോൾ സുനിൽകുമാർ മത്സരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അദ്ദേഹം ഒരു കോർപ്പറേഷൻ്റെ ചെയർമാനാണ്. അപ്പോൾ അദ്ദേഹം മത്സരിക്കാനുള്ളൊരു സാധ്യത, KS സുനിൽകുമാർ മത്സരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ അവിടെ പിന്നെ K ഗിരി എന്ന് പറയുന്ന നമ്മുടെ കാട്ടാക്കട ഏരിയ കമ്മിറ്റി, CPMൻ്റെ കാട്ടാക്കട ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള K ഗിരി മത്സരിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പിന്നെ ഒരു സാധ്യത കാണുന്നത് കാട്ടാക്കടയിലെ ആമച്ചൽ നീർത്തടാധിഷ്ഠിത വികസന പരിപാടിയൊക്കെ നടന്നപ്പോഴുണ്ടായിരുന്ന ആമച്ചൽ വാർഡിൻ്റെ മെമ്പറും പിന്നെ അത് കഴിഞ്ഞ് കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏരിയ കമ്മിറ്റി അംഗമാണ് ആയിട്ടുള്ള K അനിൽകുമാറാണ്. അപ്പോൾ അദ്ദേഹം പഞ്ചായത്തിൽ കുറേ മാതൃകാപരമായ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ K അനിൽകുമാറിൻ്റെ പേരും വളരെ സീരിയസ് ആയി കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവരിൽ ആരെങ്കിലും ആയിരിക്കും അവിടെ പ്രധാനമായും LDFനെ സംബന്ധിച്ച് ഉള്ള സ്ഥാനാർത്ഥി. ഇനി അല്ല പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ വന്ന് A റഹീമിനെ പോലെയുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാനാർത്ഥികൾ പുറത്തുനിന്ന് വന്ന് നിൽക്കുമോ നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഇന്നത്തെ നിലയിൽ 3 പേരുകളാണ് വളരെ സജീവമായി ഇടതുപക്ഷത്ത് നിന്ന് കേൾക്കുന്നത്. ഒന്ന് KS സുനിൽകുമാർ, അരുവിക്കരക്കാരനാണ്. K ഗിരി കാട്ടാക്കട തന്നെ ഉള്ള ആളാണ്. അതുപോലെ തന്നെ പിന്നെ K അനിൽകുമാർ, അദ്ദേഹം കാട്ടാക്കട ആമച്ചലുള്ള ആൾ. അവരുടെ പേരുകളാണ് കേൾക്കുന്നത്. ഇപ്പുറത്താണെങ്കിൽ N ശക്തൻ അവിടെ നിന്ന് MLA ആയിരുന്നു, ഡെപ്യൂട്ടി സ്പീക്കർ ആയിരുന്നു. N ശക്തൻ തിരിച്ചു വന്നാലും അത്ഭുതമില്ല. അതേസമയം മലയൻകീഴ് വേണുഗോപാൽ ഒരു പ്രാവശ്യം മാത്രമേ മത്സരിച്ചിട്ടുള്ളൂ. അദ്ദേഹവും ചെറുപ്പമാണ്. സ്വാഭാവികമായിട്ട് മലയൻകീഴ് വേണുഗോപാൽ അവിടെ നിന്ന് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം കൂടി അദ്ദേഹത്തിന് കോൺഗ്രസ് ചാൻസ് കൊടുത്താലും വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നെയ്യാറ്റിങ്കര സനൽ വരുമോ? നെയ്യാറ്റിങ്കര സനലിന് നെയ്യാറ്റിങ്കര മത്സരിക്കുമോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പാറശാല മത്സരിക്കുമോ എന്നറിയില്ല. കാട്ടാക്കടയിലും നെയ്യാറ്റിങ്കര സനലിന് വരാൻ സാധ്യതയുള്ളൊരു പ്രദേശമാണ്, അദ്ദേഹത്തിന് സമീപ പ്രദേശമാണ്. അതുകൊണ്ട് നെയ്യാറ്റിങ്കര സനൽ വരുമോ? ഇതാണ് ഇപ്പോഴത്തെ പിക്ചർ. BJPയെ സംബന്ധിച്ചിടത്തോളം ചിത്രം വ്യക്തമല്ല. അത് ഈ പറഞ്ഞ കൃഷ്ണദാസ് ആണ് അവിടെ മത്സരിച്ചതുകൊണ്ട് വരുന്നത്. കൃഷ്ണദാസ് തന്നെ ഇനി മത്സരിക്കുമോ? കൃഷ്ണദാസ് തന്നെ മത്സരിക്കുമോ അതോ ഇനി മറ്റാരെങ്കിലും പുതുമുഖത്തെ ആരെങ്കിലും അവിടെ കൊണ്ടുവരുമോ എന്നുള്ള അറിയില്ല. എന്തായാലും നമ്മുടെ ഈ 2 പേരുടെ UDF ആൻഡ് LDFൻ്റെ ചിത്രം ഇതാണ്. അവിടെ പരമ്പരാഗതമായി അവിടെ LDF ജയിക്കുമായിരുന്നു. പക്ഷേ ഇടയ്ക്ക് ശക്തനും അവിടെ MLA ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഭയങ്കരമായി എഴുതിത്തള്ളേണ്ട ഒരു മണ്ഡലമല്ല ഒരു മുന്നണിക്കായിട്ടും. 2 മുന്നണിക്കും വലിയ എന്തെങ്കിലുമൊക്കെ സാധ്യതകളുള്ള മണ്ഡലമാണ്. പക്ഷേ ഞാനീ പറഞ്ഞ പോലെ പ്യുവറായിട്ട് വന്നിട്ടുള്ള KS സുനിൽകുമാർ ആണെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ കാണിച്ചിട്ടുള്ള കഴിവുകളും അത്തരം കാര്യങ്ങളാണ്. പാർലമെൻ്ററി രംഗത്ത് തന്നെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ അധ്യക്ഷനായി ഇരുന്നു കൊണ്ടുവരുന്ന അനിൽകുമാറുണ്ട്. പക്കാ പാർട്ടി പ്രവർത്തകനായി പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കുന്ന ഗിരിയുണ്ട്. അപ്പോൾ 3 സ്ട്രീമാണ്. അപ്പോൾ അതിലേത് സ്ട്രീമാണ് പാർട്ടി അംഗീകരിക്കാൻ നമുക്കറിയില്ല. പിന്നെ ജാതി സമവാക്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ എന്ത് പറയുമ്പോഴും ജാതി സമവാക്യങ്ങളുണ്ട്. ഒരു പ്രത്യേകിച്ച് ആ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് കാട്ടാക്കട, നെയ്യാറ്റിങ്കര, പാറശാല മണ്ഡലങ്ങളിലൊക്കെ നാടാർ കമ്മ്യൂണിറ്റിക്കും അതുപോലുള്ള മറ്റ് സമുദായങ്ങൾക്കുമൊക്കെ വലിയ സ്വാധീനവും സാധ്യതയുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രദേശങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോൾ അവരുടെ ഒരു വികാരവും വിചാരവും ഒക്കെ എടുക്കേണ്ടി വരും. എല്ലാ പാർട്ടിയും എടുക്കുന്നുമുണ്ട്. അപ്പോൾ ആ തരത്തിലൊക്കെ വരുമ്പോൾ സ്ഥാനാർത്ഥികളുടെ
ലിസ്റ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റം വരാം. എന്തായാലും സ്റ്റീഫൻ അരുവിക്കരയിൽ നിന്ന് മാറാൻ സാധ്യതയില്ല. കാരണം ഒരു പ്രാവശ്യമായിട്ടുള്ളൂ. പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന ഒരു MLA അല്ല. അപ്പം സൈലൻ്റായി വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തി പോകുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റീഫൻ അവിടെ തന്നെ തുടരാൻ സാധ്യതയുണ്ട്. IB സതീഷിൻ്റെ ഒരു ഡീമെറിറ്റായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഇളവ് കിട്ടണം. ഇളവ് കിട്ടിയില്ലെങ്കിൽ IB സതീഷിന് മത്സരിക്കാൻ സാധ്യതയില്ല. ഞാൻ ഈ പറഞ്ഞ ആളുകളാണ് മത്സര രംഗത്തുണ്ടാവുക. ഞാൻ KS സുനിൽകുമാർ, അതുപോലെ തന്നെ K ഗിരി, K അനിൽകുമാർ. ഇപ്പുറത്തെടുത്താൽ ശക്തൻ, N ശക്തൻ, അതുപോലെ തന്നെ മലയങ്കിഴി വേണുഗോപാൽ, നെയ്യാറ്റിങ്കര സനൽ. ഇനിയും പുതിയ പേരുകൾ ചിലപ്പോൾ വന്നേക്കാം. എന്തായാലും കൃത്യമായി ഇവരാണ് ഈ ഇപ്പോൾ കാണുന്ന ചിത്രത്തിൽ തെളിഞ്ഞു നിൽക്കുന്നത്.